നമ്മുടെ BJP നേതാവ് സുരേന്ദ്രൻ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നോമ്പ് കാലത്ത് മലപ്പുറം ജില്ലയിലെത്തിയാൽ പച്ചവെള്ളം കിട്ടത്തില്ല എന്ന കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്? നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെ വർഗീയവാദികളൊക്കെ വരിയായി വന്ന് മലപ്പുറം ജില്ലയെ കുറ്റം പറയാനും കൂട്ടത്തിൽ മുസ്ലിങ്ങളെ ഒന്ന് ചൊറിയാനും മെനക്കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല. ഒരുപാട് കാലമായി ഇത്തരത്തിൽ വർഗീയവാദികൾ ഇങ്ങനെ വന്ന് മലപ്പുറത്തിനൊന്ന് ചൊറിയുക, കൂട്ടത്തിൽ മുസ്ലിംസിനെ ഒന്ന് ചൊറിയുക. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത്? നമുക്ക് നോക്കാം. പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എടത്തനാട്ടുകര എന്ന സ്ഥലത്ത് വച്ച് പടക്കം പൊട്ടി ഒരു ആന ചെരിയുകയുണ്ടായി. അന്ന് ഇതിൻ്റെ പിന്നിൽ മലപ്പുറം ജില്ലക്കാരാണ്, മുസ്ലിംസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ BJPയുടെ അല്ലെങ്കിൽ NDAയുടെയൊക്കെ നേതാവായ മേനക ഗാന്ധി രംഗത്ത് വരികയുണ്ടായി. അന്ന് അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു വ്യക്തിയാണ് നമ്മുടെ സന്ദീപ് വാര്യർ. ഇപ്പോൾ അദ്ദേഹം വലിയ സ്നേഹ കുടുംബം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിൻ്റെ വലിയ മതേതരവാദിയാണെങ്കിലും അന്ന് മുസ്ലിംസിനെ ഈ പേരും പറഞ്ഞ് ചൊറിയാൻ മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു നമ്മുടെ സന്ദീപ് വാര്യർ. പോട്ടെ, പിന്നെ നമ്മുടെ ശശികല ടീച്ചർ നിരന്തരമായി മുസ്ലിങ്ങളെ മലപ്പുറം ജില്ലയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് PC ജോർജ്, അദ്ദേഹം മുസ്ലിംസിനെതിരെ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയത് നമ്മൾ കണ്ടതാണ്. തൊട്ട് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ K സുരേന്ദ്രൻ. അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിൽ? വെറുതെ മുസ്ലിംസിനൊന്ന് ചൊറിഞ്ഞു പോകാമെന്നാണോ? അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ ഒന്ന് ചൊറിഞ്ഞു പോകാമെന്നാണോ? അല്ല, ഇവരുടെയൊക്കെ ഉള്ളിൽ ഒരു ഉത്തരേന്ത്യൻ സ്വപ്നമുണ്ട്. എന്താണ് ആ ഉത്തരേന്ത്യൻ സ്വപ്നം? ഉത്തരേന്ത്യയിലൂടെയൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം ഉത്തരേന്ത്യയിലെ ഒരു സാമൂഹ്യ സ്ഥിതി എന്താണ് എന്ന്. അവിടെ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ ദളിതർ, ഇവരൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സംവിധാനമല്ല അവിടെ ഉള്ളത്. അവിടെ മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിംസ് മാത്രം ഒരു ഗലിയിൽ താമസിക്കുന്നു. ബ്രാഹ്മണന്മാരാണെങ്കിൽ ബ്രാഹ്മണർ മാത്രം ഒരു ഗലിയിൽ താമസിക്കുന്നു. ദളിതരാണെങ്കിൽ അവരുടേതായ ഒരു ഗല്ലി. ഇവിടെ മറ്റുള്ളവരാരും വരികയില്ല. അങ്ങനെ ഒരു ഇടകലർന്ന രീതിയൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇവർ വർഗീയ ധ്രുവീകരണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ BJP എന്ന് പറയുന്ന സാധനം ഇന്ത്യ രാജ്യത്ത് അധികാരം പിടിച്ചിട്ടുള്ളത്. ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോത്ര സംഭവം. അത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായി കത്തി നിൽക്കുകയാണ്. പക്ഷേ സത്യം എന്തായാലും ഈ വർഗീയ ധ്രുവീകരണം നടത്തിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJP അധികാരം പിടിച്ചിട്ടുള്ളത്. ആ ഒരു പരീക്ഷണം കേരളത്തിൽ നടക്കുമോ? അതാണ് ഈ വർഗീയവാദികൾ വരിയായി വന്നുകൊണ്ട് മലപ്പുറം ജില്ലയെ ചൊറിയുന്നതിലൂടെ ഉന്നമിടുന്നത്. കേരളത്തിൽ അത് സാധ്യമാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ നാളെ അധികാരത്തിന് വേണ്ടി ഗോത്ര പോലെയുള്ളൊരു അപകടം അല്ലെങ്കിൽ ഒരു കലാപം ഈ കേരളത്തിൽ സൃഷ്ടിച്ചാലും അത്ഭുതപ്പെടാനില്ല.